അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കൾ, നാം ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്ന കലാമിയത്തിൻ്റെ ഈ പ്രൗഢമായ വേദിയിൽ സാമൂഹിക പരിഷ്കരണത്തിൻ്റെ തിരുനബി മാതൃകകൾ എന്ന വിഷയമാണ് ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത്. മനുഷ്യ ചരിത്രത്തിൽ സാമൂഹിക പരിഷ്കരണത്തിൻ്റെ ഏറ്റവും മഹത്തായ മാതൃകയായ വ്യക്തിയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അക്രമവും അനീതിയും അടിമത്തവും വർഗീയതയും സ്ത്രീപീഡനവും മുഖമുദ്രമാക്കിയ ജാഹിലിയ കാലത്തെ ആ ഇരുണ്ട സമൂഹത്തെ നീതിയുടെയും സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും മാതൃകയായ ലോകത്തെല്ലാവർക്കും മാതൃകാ സമൂഹമാക്കി മാറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലമെന്നത് ജാഹിലിയ കാലമാണ്. വർഗവ്യവസ്ഥയും വർണ്ണവിവേചനവും ആയത്തിലായിരുന്നു. ഇതിനെല്ലാം അവസാനം കുറിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ രക്ഷിതാവ് ഒന്നാണ്, തീർച്ചയായും നിങ്ങളുടെ റബ്ബ് ഒന്നാണ്. ഒരുവൻക്കും മറ്റൊരേക്കാൾ ഉന്നതിയില്ല, ഒരു അറബിക്കും അനർബിയേക്കാൾ ഉന്നതിയില്ല, ഒരു വെളുത്തവനും കറുത്തവനേക്കാൾ ഉന്നതിയില്ല. ഇത് സമൂഹത്തിൽ നിലനിന്നിരുന്ന വർഗവ്യവസ്ഥയെയും വർണ്ണവിവേചനത്തെയും ഇല്ലാതാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിൽ നീതിയുടെയും നിഷ്പക്ഷതയുടെയും ഉത്തമ മാതൃകയായി മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീതി പാലിക്കുന്നവർ അള്ളാഹുവിൻ്റെ അടുക്കൽ വെളിച്ചത്തിൻ്റെ മിനാരത്തിലിരിക്കുമെന്ന്. മാത്രമല്ല, മറ്റൊരു സന്ദർഭത്തിൽ ഒരു ഉന്നത കുടുംബത്തിലെ സ്ത്രീ മോഷണം ചെയ്തു അവളെ പിടിക്കുകയും അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവളെ രക്ഷിക്കണമെന്ന് പറഞ്ഞവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമാധാനത്തിൻ്റെ വാക്കുകളായിരുന്നു പറഞ്ഞത്. എൻ്റെ മകളായ ഫാത്തിമയാണ് മോഷണം ചെയ്തതെങ്കിലും ഞാൻ അവളെ ശിക്ഷിക്കുമെന്നായിരുന്നു. ഇത് സമൂഹത്തിൽ എല്ലാവർക്കും തുല്യനീതിയാണ് നൽകപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്ത്രീകൾക്ക് അവകാശമില്ലായിരുന്നു. അതിനെല്ലാം മറിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളെ ബഹുമാനത്തോടെയും ആദരവോടെയും നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, രണ്ട് പെൺകുട്ടികളെ അവർ വലുതാകുന്നത് വരെ അവർക്ക് ജീവിതം നൽകിയാൽ ഞാനും അവരും ഇതുപോലെ ഇരിക്കുമെന്ന് പറഞ്ഞ് രണ്ട് വിരലുകൾ കൂട്ടിപ്പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വിദായിലെ അവസാന പ്രസംഗത്തിലും സ്ത്രീ എന്നത് ഒരു മുഖ്യ വിഷയമായിരുന്നു. അവളെ സംരക്ഷിക്കണമെന്നും അവൾക്ക് സംരക്ഷിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും അവളുടെ കാര്യത്തിൽ നീ ശ്രദ്ധ പുലർത്തണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞു. കഠിനമായ ആക്രമണം കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തോയിഫിൽ അഭയം തേടിയപ്പോൾ ഒരു ദയയുമില്ലാതെ അവർ കല്ലെറിയുകയും കൂക്കി വിളിക്കുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരെ നശിപ്പിക്കട്ടെ എന്ന് മലക്ക് വന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ നശിപ്പിക്കണമെന്നല്ല പറഞ്ഞത്, മറിച്ച് അവരിൽ നിന്ന് ഒരാളെങ്കിൽ ഒരാൾ വിശ്വസിയാകുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടമെന്നാണ് പറഞ്ഞത്. ഇത് പകയുടെയും വിദ്വേഷത്തിൻ്റെയും പകരം സഹിഷ്ണുതയുടെയും സമത്വത്തിൻ്റെയും മാതൃകകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീതിയുടെയും സമത്വത്തിൻ്റെയും മാതൃകകളായിരുന്നു. ഖുറൈശി നേതാക്കളിൽപ്പെട്ട പ്രധാനിയായിരുന്നു സുഹൈൽ ഇബ്നു അംർ എന്നവർ. മക്ക വിജയ സമയത്ത് മുസ്ലിങ്ങളെല്ലാവരും സ്വദേശത്തേക്ക് തിരിച്ചു വരികയാണ്. ഈ സമയത്ത് മുസ്ലിം സൈന്യത്തിലെ ഒരു അംഗമായിരുന്ന മകനായ അബ്ദുള്ളയെ സുഹൈൽ ഇബ്നു അംർ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എനിക്ക് അഭയമേകാൻ കൽപ്പിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ അത്രയും നീചമായ പ്രവൃത്തികളാണ് ചെയ്തത്. ഹുദൈബിയ സന്ധി എഴുതുന്ന നേരത്ത് അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പെരുമാറിയത്. മാത്രമല്ല, ബദറിലും ഉഹദിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുസ്ലിം സൈന്യത്തിനും നേരെ ഞാൻ പടനയിച്ചിട്ടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടുത്ത് ചെന്ന് മകനായ അബ്ദുള്ള വിഷയം അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പേടിക്കേണ്ടതില്ല, അള്ളാഹുവിൻ്റെ സംരക്ഷണ വലയം കൊണ്ട് അവർക്ക്
അവരെ ഞാൻ സംരക്ഷിക്കുമെന്ന്. എത്ര സമാധാനപരമായ മറുപടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. തന്നെ ദ്രോഹിച്ചതിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജയിലറയോ ശിക്ഷാമുറകളോ ഒന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് കൊടുത്തില്ല. അക്രമം കൈവെടിഞ്ഞ് നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടുവീഴ്ച നൽകി. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ വിട്ടുവീഴ്ച മനോഭാവമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുതിയൊരു സമാധാനത്തിൻ്റെ പാത ഒരുക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എന്നത് സാമൂഹിക പരിഷ്കരണത്തിൻ്റെ ഒരു ഉന്നത മാതൃകയാണ്. നീതിയുടെയും സമത്വത്തിൻ്റെയും മാതൃകയായ ഒരു സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൃഷ്ടിച്ചു. നമുക്കും ആ മാതൃക പിന്തുടർന്ന് നീതിയും സ്നേഹവും സഹിഷ്ണുതയും നിറഞ്ഞ ഒരു സമൂഹം നിർമ്മിക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയും ചേർത്ത് വെച്ച് ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശ്രദ്ധിക്കുക, വേദി 2-ൽ സീനിയർ വിഭാഗം കിതാബ് ക്യൂസ് ആരംഭിച്ചിരിക്കുന്നു. ഇനിയും റിപ്പോർട്ട് ചെയ്യാത്ത ചെസ് നമ്പറുകൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇല്ലാത്ത പക്ഷം മത്സരം ക്യാൻസൽ ചെയ്യപ്പെടുന്നതാണ്. അറിയുന്നു 101ാമത് മത്സരഫലം. ജൂനിയർ വിഭാഗം പ്രൂഫ് എഡിറ്റ് മത്സരഫലം